നമസ്കാരം, ഞാൻ ജിഷ്ണു വാസുദേവൻ നമ്പൂതിരി. എല്ലാവർക്കും ഇടവന വേദിക് സെന്ററിലേക്ക് സ്വാഗതം. വളരെ സങ്കീർണമായ ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. അതായത് നമ്മുടെ പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്ന കോസ്മിക് എനർജിയെക്കുറിച്ചും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ചുമുള്ള ആ ഒരു വ്യത്യാസം എന്തൊക്കെയാണ് എന്നുള്ളതാണ്. കോസ്മിക് എനർജിയെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു വീഡിയോ ചെയ്തു. അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലേക്ക് വരുമ്പോൾ എന്തൊക്കെയാണ് ഇതിൽ നിന്നുള്ള വ്യത്യാസം, ശാസ്ത്രവും ആത്മീയതയും കണ്ടുമുട്ടുമ്പോൾ അതിൻ്റെ സത്യം എന്താണ് എന്നുള്ളൊരു അന്വേഷണത്തിൻ്റെ ഒരു തുടക്കം മാത്രമാണ് ഈ ഒരു വീഡിയോ. നമ്മുടെ ബ്രെയിനിൽ നിരവധി ന്യൂറോൺസ് ഉണ്ട്. ആ ന്യൂറോൺസ് പ്രവർത്തിക്കുന്നതിലൂടെയാണ് നമ്മുടെ ഇൻ്റലിജൻസ്, ബുദ്ധി വികസിക്കുന്നത്. കൂടാതെ പഞ്ചേന്ദ്രിയങ്ങളിൽ നിന്ന് നമ്മൾ ഗ്രഹിക്കുന്ന രീതികൾ, നമ്മൾ ചിന്തിക്കുന്നത്, ആശയവിനിമയം നടത്തുന്നത് മുതലായ പല വിധത്തിലൂടെയും ഈ ന്യൂറോൺസ് നമ്മുടെ ബ്രെയിനിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഈ ന്യൂറോൺസിൽ തന്നെ ലോവർ ലെവൽ ന്യൂറോൺസും ഹയർ ലെവൽ ന്യൂറോൺസും ഉണ്ട്. ചില സന്ദർഭങ്ങളിൽ ഈ ലോവർ ലെവൽ ന്യൂറോൺസ് ഹൈ ലെവൽ ന്യൂറോൺസിനെ സഹായിക്കുന്നുണ്ട്. ആ സഹായിക്കുമ്പോഴാണ് നമുക്കൊരു ഒബ്ജക്റ്റ് കാണുമ്പോൾ, ഒരു പേന കാണുമ്പോൾ ഇത് പേനയാണ്, അത് എഴുതാൻ ഉപയോഗിക്കുന്നതാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് ഈ ഒരു പ്രവർത്തനത്തിലൂടെയാണ്. അതിന് എത്ര സെക്കൻഡ്സിൻ്റെ എത്രയോ ഭാഗങ്ങൾ കുറവാണ് അല്ലേ? ആ ഒരു പേന കാണുമ്പോൾ, അല്ലെ ഒരു ഒബ്ജക്റ്റ് കാണുമ്പോൾ അത് ഇന്ന ഉപയോഗത്തിനാണ്, ഒരു ആനയെ കാണുമ്പോൾ അത് ഇന്നതാണെന്ന് നമ്മൾ തിരിച്ചറിയണമെങ്കിൽ അതിനുള്ളിൽ തന്നെ ആ ന്യൂറോൺസ് അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അത്രയ്ക്കും നമുക്ക് തിങ്ക് ചെയ്യാൻ പറ്റാത്ത അത്ര ഫാസ്റ്റാണ് ന്യൂറോൺസിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മുടെ ബ്രെയിനിൽ നടക്കുന്നത്. ഇതെങ്ങനെയാണിത് പ്രവർത്തിക്കുന്നത്? നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിൽ നിന്ന് തന്നെയാണ് ഇത് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ പഞ്ചേന്ദ്രിയങ്ങളെല്ലാം എവിടെ ബന്ധപ്പെട്ടിരിക്കുന്നു? ഈ കോസ്മിക് എനർജിയിലാണ് ഇതെല്ലാം ബന്ധപ്പെട്ടിരിക്കുന്നത്. അവിടെയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും കോസ്മിക് എനർജിയും തമ്മിലുള്ള ഒരു വ്യത്യാസം ഉടലെടുക്കുന്നത്. നമ്മുടെ ഉള്ളിലുള്ള ആ കോൺഷ്യസ്നെസ്സും ഫീലിങ്സും കൊണ്ടാണ് നമ്മൾ ചിന്തിക്കുകയും പ്ലാൻ ചെയ്യുന്നതും ഓരോ ഡിസിഷൻ മേക്കിങ്ങിലേക്ക് നമ്മൾ കടക്കുകയും ചെയ്യുന്നത്. ഈ പ്രോസസ്സ് എല്ലാം നടക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള ആ ലോവർ ലെവലും ഹൈ ലെവലും ആയിട്ടുള്ള ന്യൂറോൺസ് വഴിയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും കമ്പ്യൂട്ടേഷനും, അതായത് ഗണിതശാസ്ത്രവും ഒക്കെ നമ്മുടെ മനുഷ്യ മനസ്സിനെ നിയന്ത്രിക്കാൻ വരണമെങ്കിൽ, അല്ല അതിന് തുല്യമാകണമെങ്കിൽ ഇനിയും ബഹുദൂരം നമ്മൾ സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇത് നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു തുടക്കം, ജസ്റ്റ് സ്റ്റാർട്ടിങ് സ്റ്റേജ് മാത്രമാണ്. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് ഒരുപാട് പരിമിതികളുണ്ട്. ആ പരിമിതികളില്ലായിരുന്നെങ്കിൽ മനുഷ്യന് ഇന്ന് എവിടെ എത്താമായിരുന്നു എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. അതിലും മേലെ ഒരുപാട് നമുക്ക് നമ്മുടെ മനുഷ്യ മനസ്സിന് ചിന്തിക്കാൻ പറ്റാത്ത അത്ര കണ്ടുപിടുത്തങ്ങളാണ് AI ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു 10 വർഷം മുമ്പ് ഇപ്പോൾ നമ്മൾ മൊബൈലിൽ കാണുന്ന ആ ടെക്നിക്സ് ഒന്നും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവില്ല. അതുപോലെ തന്നെ വിമാനത്തിൻ്റെയും ട്രെയിനിൻ്റെയും സ്പീഡ്, ഡ്രൈവർ ഇല്ലാത്ത കാറുകൾ, ഇതൊന്നും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അതുപോലെ നമ്മുടെ രാജ്യം, നമ്മുടെ വേൾഡ്, പ്രപഞ്ചം ഫാസ്റ്റായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ നമ്മുടെ ഹൈ ലെവൽ ന്യൂറോൺസ് അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിശക്തി എത്രമാത്രം പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ പ്രവർത്തിക്കണമെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ ആ ഒരു കോസ്മിക് എനർജി നല്ല രീതിയിൽ പ്രവർത്തിച്ച് ഊർജം ശേഖരിച്ചാൽ മാത്രമേ AI നമുക്ക് എത്താനാവുള്ളൂ. നമുക്കൊന്ന് ചിന്തിച്ച് അറിയാൻ പറ്റും, നമ്മുടെ മനുഷ്യ മനസ്സ് എന്ന് പറയുന്നത് എത്രമാത്രം സങ്കീർണമാണ്, ഹൈലി കോംപ്ലിക്കേറ്റഡ് ആണ്. അതുപോലെയാണ് നമ്മുടെ ചിന്തകൾ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ മാറിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ മാറുമ്പോൾ ഇത് ഭാവിയിൽ മനുഷ്യ മനസ്സിനെ AI കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് പറയുമ്പോൾ, ഇതിൻ്റെ എക്സ്പേർട്സ് പറയുമ്പോൾ നമുക്കിത് എത്രമാത്രം അത് ശരിയായിരിക്കും, അത്രയും അല്ലെങ്കിൽ ഇനിയും എത്രമാത്രം മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്ന് നമുക്ക് മനസ്സിൽ പോലും അത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റാത്ത അത്രയ്ക്കാണ്. ശാസ്ത്രീയപരമായും ഗണിതശാസ്ത്രപരമായും ചിന്തിക്കാൻ പറ്റുന്ന നമ്മുടെ മനസ്സിനെ കൊണ്ട് ആശയങ്ങളെ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഒരു 3D ഡയമെൻഷനിൽ നമുക്ക് കാണാൻ പറ്റും.
അല്ലെങ്കിൽ നമുക്ക് അതിനെ വിശകലനം ചെയ്യാൻ പറ്റും. അത് 4Dയിലേക്ക് എന്നുള്ളത് നമുക്ക് ചിന്തിക്കാനേ നമുക്കത് കഴിയില്ലാത്തൊരു രീതിയിലേക്കാണ്. പക്ഷേ 3D തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന അവസ്ഥ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതിന് ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒരു 15 വർഷം മുമ്പ് അല്ലെ 10 വർഷം മുമ്പ് നമ്മൾ കണ്ടിട്ടുള്ള സാഹചര്യമല്ല ഇപ്പോൾ ഇവിടെയുള്ള ടെക്നിക്സിൽ നമ്മൾ കാണുന്നത്. അതുപോലെ മനുഷ്യ മനസ്സും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഏറെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ധ്യാനാത്മക സമ്പ്രദായങ്ങൾക്കും പരീക്ഷണാത്മക ശാസ്ത്രങ്ങൾക്കും വ്യത്യസ്ത ഉദ്ദേശങ്ങളും പദാവലികളും രീതിശാസ്ത്രങ്ങളുമുണ്ട്. ഉപനിഷത്തുകൾ 2 മേഖലകളെക്കുറിച്ച് സംസാരിക്കുന്നു: വസ്തുനിഷ്ഠവും ആത്മനിഷ്ഠവും, നിലവിലെ വിശകലനവും ഭൂഖണ്ഡാന്തര ദാർശനികവുമായുള്ള വിഭജനം പോലെയുള്ള ഒന്നാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, എത്രമാത്രം നമ്മുടെ ആ ഒരു കോസ്മിക് എനർജി വർദ്ധിച്ച് ഉത്തേജിച്ച് വികസിപ്പിക്കാൻ സാധിക്കുമോ അതിനുള്ളിൽ നിൽക്കുന്ന രീതിയിലായിരിക്കും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നിലനിൽക്കുക. ഒരു കാറിൻ്റെ സ്പീഡ് നമ്മൾ നിയന്ത്രിക്കുന്നതാണ് അല്ലേ, നമ്മൾ സെറ്റ് ചെയ്യുന്നതാണ്. 280 അല്ലെ 300 എന്നുള്ളത് ഫെറാരിക്കോ അതുപോലെ കാറുകൾ നമ്മൾ സെറ്റ് ചെയ്യുന്നതാണ്. ആ സെറ്റ് ചെയ്യുമ്പോൾ മാത്രമേ അത് ആ സ്പീഡിൽ പോകാൻ സാധിക്കുകയുള്ളൂ. അത് മനുഷ്യൻ നിർമ്മിക്കുന്നതാണ്. അതിൽ മേലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോകുമെന്ന് നമുക്ക് വിചാരിക്കാൻ സാധിക്കില്ല. അപ്പോൾ അത്രയും ഉയരത്തിൽ വീണ്ടും മനുഷ്യ മനസ്സ് പോയാൽ മാത്രമേ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ആ ഒരു രീതിയിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുള്ളൂ. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, രജനീകാന്തിൻ്റെ എന്തിനുള്ള സിനിമയിലും ഈ ഒരു തത്വമാണ് അവിടെയും ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷെ അത് മനുഷ്യന് ദോഷകരമായ രീതിയിലും ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലേക്ക് വരാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല. അതിൽ നിന്ന് ആ സിനിമയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ഏറ്റവും ലാസ്റ്റായിട്ട് മനസ്സിലാക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളിലുള്ള ആ ഒരു പവർ എനർജി വർദ്ധിപ്പിക്കുക. അത് വർദ്ധിപ്പിച്ചാൽ മാത്രമേ നമുക്കും ഈ സമൂഹത്തിനും നിലനിൽപ്പുള്ളൂ എന്നുള്ള കാര്യത്തിലേക്കാണ് അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുക. ആ രീതിയിൽ തന്നെ നമ്മൾ പ്രാർത്ഥിക്കുക, മുന്നോട്ട് പോവുക. നമസ്കാരം.